മൂന്ന് ബില്ലുകളുടെ കാര്യത്തിൽ രാഷ്ട്രപതി തീരുമാനമെടുത്തിട്ടില്ലെന്ന് രാജ്ഭവൻ. ലോകായുക്ത ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. 7 ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടത് എന്നും രാജ്ഭവൻ വിശദീകരിക്കുന്നു. പ്രശാന്ത് കൃഷ്ണ നൽകും വിവരങ്ങൾ. പ്രശാന്ത്, ലോകായുക്ത ബില്ലിന്റെ കാര്യത്തിൽ എന്തായാലും സർക്കാരും ഗവർണറും തമ്മിലുള്ള വടംവലി അറിയാമായിരുന്നു. അതിൽ തീരുമാനമാകുമ്പോൾ മറ്റ് ബില്ലുകളുടെ കാര്യത്തിൽ എന്താണ് രാജ്ഭവൻ വിശദീകരിക്കുന്നത്? ലോകായുക്ത ബില്ലിന്റെ കാര്യത്തിലുള്ള വിജ്ഞാപനത്തിലേക്ക് കടന്നുപോകും. പ്രജീഷ്, 1.5 വർഷത്തോളം ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് രാജ്ഭവനിൽ വച്ച ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ചത്. അതിൽ തിടുക്കത്തിൽ മാരത്തോൺ വേഗത്തിൽ തന്നെ തീരുമാനമെടുത്ത് അതിന് അംഗീകാരം നൽകി രാഷ്ട്രപതി. ഗവർണർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. സർക്കാരിന് വലിയ ആശ്വാസവും ഉണ്ടായ തീരുമാനമാണ്. അപ്പോൾ ഇതിലാദ്യമായാണ് ഒരു വാർത്താക്കുറിപ്പിലൂടെ വിശദീകരണവുമായി രാജ്ഭവൻ ഇന്നിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് അനുമതി നൽകിയിരിക്കുന്നത് ലോകായുക്ത ബില്ലിന് മാത്രമാണ്. 7 ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ഗവർണർ കൈമാറിയത്. അതിൽ 3 എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല, വിത്ത്ഹെൽഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ആ വാർത്താക്കുറിപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന വാചകം. അതായത് രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് കാത്തിരിക്കുന്നു എന്നതാണ്. 3 ബില്ലുകൾ ഇവയാണ്. ഒന്ന്, കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന നിയമം. മറ്റൊന്ന്, യൂണിവേഴ്സിറ്റി ലോ അമെൻമെൻറ്റ് ബിൽ 2022. അത് സെർച്ച് കമ്മിറ്റിയുടെ ഘടന മാറ്റുന്നതാണ്. പിന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി. ഈ 3 നിയമത്തിൻ്റെ കാര്യത്തിൽ, ബില്ലുകളുടെ കാര്യത്തിൽ രാഷ്ട്രപതി ഇനിയും തീരുമാനമെടുത്തിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് രാജ്ഭവൻ നൽകുന്നത്. അതായത് ലോകായുക്ത നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ഗവർണർക്ക് ഒരു തിരിച്ചടി ഉണ്ടായി എന്ന വാർത്തകൾ എന്ന വിലയിരുത്തലുകൾ വരുമ്പോഴാണ് ഗവർണർ തന്നെ രാഷ്ട്രപതിക്ക് ഫോർവേഡ് ചെയ്ത 3 ബില്ലുകളുടെ കാര്യത്തിൽ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.